അവർക്ക് രണ്ടുപേർക്കും കൂടെ പെൻഷൻ മാത്രം 22,000 രൂപ. അവർ താമസിക്കുന്ന വീടിന്റെ മോൾവശം വാടകയ്ക്ക് കൊടുത്ത 13,000 രൂപ. മാസം മാസം അരുൺചേട്ടൻ അയച്ചു കൊടുക്കുന്ന 15,000 രൂപ. നീ അയച്ചു കൊടുക്കുന്ന 15,000 രൂപ. എല്ലാം കൂടെ മാസം 65,000 രൂപ. അവർക്ക് ഫ്രിഡ്ജ് നന്നാക്കാൻ വേണ്ടി വേറെ 850 രൂപ കൊടുക്കാനില്ല അല്ലേ? എടി ഇതും പറഞ്ഞോണ്ട് ഇപ്പൊ അവരടുത്ത് ചെന്നാ എന്നെ ചേട്ടനെ പണ്ട് പഠിപ്പിച്ച പഴംപുരാണൊക്കെ പറഞ്ഞ് ചെവിന്ന് ചോര വരുത്തും. അതുകൊണ്ട് ഒരു 850 രൂപയില്ലേ അതങ്ങ് കൊടുക്കാം. ഈ 850 രൂപ നിനക്ക് വെറുതെ കിട്ടുമോ? വെറുതെ കിട്ടുമോന്ന്? അല്ല, ഇവർക്ക് എന്താ ഇത്ര ചെലവ്? എനിക്ക് മനസ്സിലാവണില്ല. അവർ താമസിക്കുന്ന വീടിന്റെ ലോൺ അടയ്ക്കുന്നത് നീ അരുൺചേട്ടനും കൂടെ. പോരാത്ത നീ വർഷം വർഷം മാറ്റുന്ന സ്കൂട്ടറിന്റെയും കാറിന്റെ ലോണും ഇൻഷുറൻസും എല്ലാം അടയ്ക്കുന്നത് നിങ്ങൾ. എന്തിന്? നമ്മുടെ സൃഷ്ടി ഒന്ന് കാണാൻ ഇങ്ങോട്ട് വന്നാലുള്ള കംപ്ലീറ്റ് ചെലവ് നോക്കുന്നത് നീ. പിന്നെ അവർക്ക് എവിടുന്ന് ഇത്ര ചെലവ്? വാസുവിൻ്റെ മോളുടെ കല്യാണം 23-ാം തീയതി. നമുക്ക് പോണ്ടേ? പിന്നെ പോവാതെ എന്തോന്ന് കൊടുക്കാം? അവർ അരുണിൻ്റെ കല്യാണത്തിന് വെങ്കല കലവും ശ്രീയുടെ കല്യാണത്തിന് കുത്തുപ്പോണി ചരുവുമാണ് കൊണ്ടുവന്നത്. നമ്മൾ അതുപോലെ കനത്തിൽ എന്തെങ്കിലും കൊടുക്കണ്ടേ? ആ പിന്നെ അവർ കൊണ്ടുവന്ന പാത്രവും കൊണ്ട് ചെല്ലാനൊന്നും പറ്റൂല. അവർ നോക്കുമ്പോൾ മൂത്ത മോൻ ദുബായിൽ, രണ്ടാമത്തെ മോൻ കൽക്കട്ടയിൽ. അതുകൊണ്ട് എന്തെങ്കിലും കനത്തിൽ കൊടുക്കണം. നമുക്കൊരു 25,000 രൂപ കൊടുക്കാം. എന്താ? കൊടുക്കണം. അപ്പോൾ അവന്മാരെ വിളിച്ചിട്ടേ ആൾക്ക് 12,000 രൂപ വെച്ച് അയക്കാൻ പറയാം. എന്താ പറയണം? എന്നാൽ അതിൻ്റെ കൂടെ ഒരു 1,000 കൂടി ഞാൻ വെച്ചിട്ട് 25,001 കൊടുക്കാം. എന്താ? എന്നാ ഞാൻ ശ്രീയെ വിളിച്ച് കാര്യം പറയാം. നിങ്ങൾ അരുണെ വിളിച്ച് പറ. 25,000 കൊടുക്കണോ? പിന്നെ കൊടുക്കാതെ? നിന്റെ കല്യാണത്തിന് 25,000 രൂപയാണ് നമ്മുടെ കൈ കൊണ്ട് തന്നത്. എടാ, നിനക്കിതിപ്പോൾ ലാഭമായില്ലേ? നിന്റെ കല്യാണത്തിന് കിട്ടിയതിൻ്റെ പകുതി ഇട്ടാൽ മതിയല്ലോ, ബാക്കി സ്ത്രീ ഇടുമല്ലോ. ആണ്ടവാ, കമ്പിപ്പാരെടുത്ത് കൽക്കട്ടെ കക്ക ഇറങ്ങേണ്ടി വരും. എടി തൽക്കാലം ഒരു 5,000 തന്നാൽ മതി. ഇടി ബാക്കി ഞാൻ എങ്ങനെയെങ്കിലും സെറ്റാക്കും. തരുമോ? ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കാശ് നിന്റെ അച്ഛനും അമ്മയ്ക്ക് പൊങ്ങച്ച കാണിക്കാൻ ഞാൻ തരത്തില്ല. നീ അങ്ങനെ പറഞ്ഞാൽ ക്രെഡിറ്റ് കാർഡ് ബില്ലും എല്ലാം കൂടെ ഞാൻ ഈ മാസം കയറി ഇറുവും. നീ ഒരു 5,000 രൂപ എനിക്ക് കടമായിട്ട് താ. അടുത്ത മാസം ശമ്പളം കിട്ടുമ്പോൾ ആദ്യം തരാം. നമ്മുടെ കല്യാണത്തിന് 25,000 രൂപ തന്നവരല്ലേ അവര്. നീ കണ്ടായിരുന്നോ? ഇല്ലല്ലോ. എന്റെ ശ്രീ, നീ ഇപ്പോഴും അവരെ വിശ്വസിക്കുവാണോ? കുറച്ചു മുമ്പ് രേവ ചേച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു. അരുൺചേട്ടനെ വിളിച്ച് ഇതേ കഥ പറഞ്ഞ് കാശ് ചോദിച്ചിട്ടുണ്ട്. അതിനി തൊലക്കണ്ട, ഞാൻ തരാം. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? എന്തെങ്കിലും ചെയ്യണം, ഇല്ലെങ്കിൽ ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്ന വാടക അങ്ങ് നിൽക്കും. താഴെ എല്ലാവർക്കും കൂടെ നിൽക്കാനുള്ള സൗകര്യമില്ല, അല്ലെങ്കിൽ അത് മതിയായിരുന്നു. എന്നാൽ ഇവനിപ്പോൾ എന്ത് ട്രാൻസ്ഫർ കിട്ടിയത്? അവർ നേരത്തെ ഇവിടെ തന്നെ നോക്കിക്കൊണ്ടിരുന്നത്. ഇപ്പം കിട്ടിയെന്നേ ഉള്ളൂ. മറ്റന്നാൾ അവരിങ്ങനെ എത്തും. സൃഷ്ടിക്ക് ഇവിടെ അഡ്മിഷൻ നോക്കണമെന്നാണ് പറയണത്. ഞാൻ ഒരു വഴി ആലോചിക്കുന്നുണ്ട്. അവരിങ്ങോട്ട് വരട്ടെ. ഇനി ആ വീട്ടിൽ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ നിന്നെ കൊണ്ട് വാങ്ങിപ്പിക്കും. നമ്മളിവിടെ 3 മാസം ചിലവാക്കുന്ന നിന്റെ അമ്മ 1/2 മാസം കൊണ്ട് തീർക്കുന്നത്. എന്നും പറഞ്ഞ് നമുക്കൊരു വീട്ടിൽ ചെന്ന് നിൽക്കുമ്പോൾ അവിടുത്തെ ചിലവ് നോക്കാതിരിക്കാൻ പറ്റൂ? നോക്കിക്കോ. പക്ഷെ അത് മാസം കൊടുക്കുന്ന കാശ് കുറച്ചോണം. എടി 2 കൊല്ലം കണ്ടവന്മാരെ കയ്യും കാലും പിടിച്ചിട്ടാണ് നമുക്ക് ഈ ട്രാൻസ്ഫർ കിട്ടിയത്. എനിക്കിപ്പോൾ നാട്ടിൽ പോകണ്ടെന്നൊക്കെ തോന്നുന്നു. അവിടെ ചെന്ന് എത്തിയില്ല. അതിന് മുമ്പേ അവൾ ഓരോ ചട്ടങ്ങളും കൊണ്ട് വരും. അല്ലെങ്കിൽ സത്യം പറയുന്നത് നിനക്ക് പിടിക്കൂലല്ലോ. മോളുടെ അഡ്മിഷനൊക്കെ വരണേ. ഈ വരവ് ചെലവ് എത്ര നന്നായിട്ട് എനിക്ക് അറിയുന്നതുകൊണ്ടും കൂടി ഞാൻ ഈ പറയുന്നത്. സത്യം പറഞ്ഞാൽ നമ്മൾ പോകുന്നത് 2 തീവിഴുങ്ങി പക്ഷികളുടെ നടുവിലേക്കാണ്. നീ അതൊക്കെ വിട്. അത് അവിടെ ചെന്നിട്ടുള്ള കാര്യമല്ലേ. എൻ്റെ ആശ്വാസം അതൊന്നുമല്ല. ഇനി അവരോട് നിൽക്കുമ്പോൾ ഈ വീട്ടിലെ വാടക നമുക്ക് സേവ് ചെയ്യാമല്ലോ. ആശ്വസിച്ചതൊക്കെ മതി. സ്വന്തം തുണി എടുത്ത് പാക്ക് ചെയ്യാൻ. അല്ല തലവേദന, നീ തന്നെ അതും കൂടെ ഒന്ന് ചെയ്യൂ. എല്ലാം കണക്ക് തന്നെ. അയ്യോ മോളെ, ഒരുപാട് ക്ഷീണിച്ചല്ലേ? ആ പൈസയുടെ ടെൻഷൻ അമ്മ. ചിലവൊക്കെ ഇപ്പൊ കൂടുതലല്ലേ? അതെ അതെ. ഇനി നമ്മൾ മോളെ നോക്കി ഒക്കെ ചെല്ലയുടെ ഭയങ്കരമായിട്ട്. അച്ഛാ, കൊച്ചിനെ ഇങ്ങോട്ട് വെച്ചിട്ട് കാറിൽ ലഗേജ് എടുക്കണം. ഇവിടെ ഇറക്കണ്ട. പിന്നെ എല്ലാരും കൂടി എവിടെ കിടന്ന് നിർവണ്ടല്ലോ മക്കളെ. അതാണ് പിന്നെ ഇങ്ങോട്ട്. ഞങ്ങൾ മുകളിലത്തെ പോർഷൻ താമസിച്ചോളുമായിരുന്നല്ലോ അച്ഛാ. അത് മോളെ, പുതിയ വാടകക്കാർ വന്നിട്ട് 2 മാസമേ ആയുള്ളൂ. 1 വർഷത്തേക്കാണ് മോളെ എഗ്രിമെന്റ്. അതിന് മുമ്പ് ഇറങ്ങാൻ പറഞ്ഞാൽ അവർ കൺസ്യൂമർ കോർട്ടിൽ പോകുന്നു. വയസ്സാം കാലത്ത് ഇനി കോടതി കയറി ഇറങ്ങണോ? എന്നാലോ അച്ഛാ സ്വന്തം വീട്ടിൽ വന്ന് താമസിക്കണത്. എനിക്ക് ബാക്കി വന്നിട്ട് മക്കളെ നീ വിഷമിക്കണ്ടേ. ഏത് വാടകക്കാരാണെങ്കിലും ഞാൻ ഇറക്കും. എന്റെ മണ്ണ അങ്ങനെ ചെയ്യില്ലേ. എടാ, ഇതോടെ പറ്റിയ അവസരം. അവിടെ നിന്ന് കഴിഞ്ഞാൽ സകല ചെലവ് നമ്മൾ നോക്കേണ്ടി വരുമോ? ഇതാകുമ്പോൾ അത് ലാഭം. പോരാത്തതിന് വാടകയുടെ കാര്യം അവർ ഡീൽ ചെയ്തോളും. ഇത് മതിയെന്ന് പറ. പോ. ഇനിയിപ്പോൾ കുഴപ്പമില്ല അച്ഛാ. നമ്മൾ കാരണം ഇനി ആരും ഇറക്കി വിടണ്ട. നമ്മളിവിടെ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തോളാം. അതാണ് മോനെ.
പിന്നെ ഈ വീട്ടിൻ്റെ അഡ്വാൻസ് അച്ഛൻ പറഞ്ഞ് ഒഴിവാക്കിയിട്ടുണ്ട്. അതൊക്കെ അറിയാലോ. വാടക 15,000. അത് ഓണർക്ക് നീ നേരിട്ട് ഗൂഗിൾ പേ ചെയ്ത് കൊടുത്താൽ മതി. എന്തോന്ന്? പിന്നെ വല്ലവരുടെ വീട്ടിൽ ഹോസ്റ്റലിൽ താമസിക്കാൻ പറ്റുമോ? എന്താ പറയുക, ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങാം. പോട്ടെ മക്കളെ. പിന്നെ നിങ്ങൾ ഇവിടെ വന്നല്ലേ ഉള്ളൂ, ഇന്ന് ഇവിടെ ഒന്നും ഉണ്ടാക്കണ്ട, അങ്ങോട്ട് വന്നാൽ മതി. വരുമ്പോൾ 2 കിലോ മട്ടനും ബിരിയാണിക്കുള്ള സാധനം കൂടെ വാങ്ങിച്ചു തരണേ. അമ്മ 22 ദിവസം കൽക്കട്ട താമസിച്ചപ്പോൾ ഉള്ള ചിലവ് 6,800 രൂപ. ഇവിടെ വെറും 8 ദിവസം താമസിച്ചപ്പോൾ 13,200 രൂപ. എൻ്റെ അമ്മോ, എനിക്കിനി ഇതൊന്നും താങ്ങാൻ വയ്യ. ഈ അച്ഛനമ്മ തൊട്ടാ ചെലവാണ്. ഇത് അവിടുന്ന് വരുമ്പോഴേ ഞാൻ പറഞ്ഞതല്ലായിരുന്നോ? കൈ കിട്ടുന്ന പൈസ മൊത്തം അനക്കാതെ വെച്ചിട്ടാണ് മുട്ടുസൂചി വരെ നിങ്ങളെ കൊണ്ട് വാങ്ങിപ്പിക്കുന്നത്. വല്ലാത്തൊരു അച്ഛനും അമ്മയായ ശ്രീ നിനക്ക് കിട്ടിയത്. ഇടി എന്നും പറഞ്ഞ് ചോദിച്ചാൽ ചെലവാക്കാതിരിക്കാൻ പറ്റുമോ? ശ്രീയുടെ കൈ കാശുണ്ടെന്ന് അറിഞ്ഞിട്ടല്ലേ ചോദിക്കുന്നേ. കാശില്ലെങ്കിലോ? പൈസ ഇല്ലാതെ ഞാൻ ശമ്പളം വാങ്ങിച്ചങ്ങ് കീറിക്കളയട്ടോ. എടി നീ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നേരെ തെളിച്ച് പറ. നമ്മൾ വലിയൊരു എമൗണ്ട് ലോൺ എടുത്തൊരു വീട് വയ്ക്കും. മാസം മാസം 30,000 അടയ്ക്കേണ്ടതുകൊണ്ട് നമ്മുടെ കൈ കാശില്ലാന്ന് വിചാരിച്ച് അവർ ചോദിക്കുന്നതെന്ന് നിർത്തിക്കോളൂ. പിന്നെ ആദ്യം ലോൺ എടുത്ത് വീട് വയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാഞ്ഞ ബുദ്ധിയോ രണ്ടിനും സമ്മതിക്കൂല. അതുകൊണ്ട് അവരോട് ആദ്യം പറയണ്ട. സൂപ്പർ. എന്നിട്ട് ആ ഭീമമായ തുക അടയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ നാട് മൊത്തം തെണ്ടണം. എടി ഞാൻ എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴിയാണ് ചോദിച്ചാൽ ചിലവ് കൂട്ടാൻ വേണ്ടിയല്ല. എടാ 4 മാസം കഴിയുമ്പോൾ നിനക്ക് പ്രൊമോഷൻ ഉണ്ടാവില്ലേ? എനിക്കാണെങ്കിൽ സാലറി ഹൈക്ക് ഉണ്ടാവും. അപ്പോൾ ഈ ലോണൊക്കെ ഈസി ആയിട്ട് അടച്ചു പോവാം. പോരാത്തന്നെ ഈ ലോണോടെ ഉള്ളതുകൊണ്ട് ഒരു ചെറിയ എമൗണ്ട് അവർക്ക് ചിലവിന് കൊടുത്ത് നമുക്ക് ഊരാനും പറ്റും. പക്ഷെ നിന്റെ ഹൈക്കിൻ്റെ പ്രൊമോഷൻ്റെ കാര്യം അവരറിയൂലേ? അത് നീ പറഞ്ഞാലല്ലേ അറിയുള്ളൂ. അതെങ്ങാനും പോയി അവിടെ പറഞ്ഞ കൊച്ചിൻ്റെ അഡ്മിഷനിലായതുവരെ ഒരെണ്ണം ശരിയായിട്ടുണ്ടമ്മേ. ഇങ്ങനെ നോക്കുന്നു. അച്ഛാ, ഞാൻ നമ്മുടെ കരമനയുള്ള വസ്തുവിൽ ഒരു വീട് വെക്കാൻ തീരുമാനിച്ചു. എടാ ഇപ്പോൾ ഒരു വീട് വയ്ക്കാൻ 10-40 ലക്ഷം രൂപയൊക്കെ വേണ്ടേ? അത്രയൊക്കെ നിൻ്റെ ഇപ്പോൾ എടുക്കാണ്ടോ? അത് കുഴപ്പമില്ല അച്ഛൻ, ഞങ്ങൾ അറേഞ്ച് ചെയ്യും എങ്ങനെയെങ്കിലും. പിന്നെ കുറച്ച് എൻ്റെ അച്ഛനെ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി മോളെ, ഇപ്പം ഈ വീടിൻ്റെ ലോൺ തന്നെ അരുണും ഇവനും കൂടി ചേർന്ന് അടയ്ക്കുന്നത്. ഇതെല്ലാം കൂടി നിങ്ങളെ കൊണ്ട് പറ്റുമോ? അച്ഛാ, അത് ഞാൻ ഇന്ന് ചേട്ടൻ്റെ അടുത്ത് സംസാരിച്ചു. അപ്പോൾ ഈ മാസം തൊട്ട് ഇവിടുത്തെ ലോണിൻ്റെ കേസ് ചേട്ടൻ ഒറ്റയ്ക്ക് നോക്കിക്കോളാം. എൻ്റെ വീട് പണി നടക്കുന്ന സമയത്ത് ഇതുവരെ ഞാൻ അടച്ച കാശ് എനിക്ക് തരാമെന്നും പറഞ്ഞു. അതാകുമ്പോൾ നമുക്ക് 2 പേർക്ക് 2 വീടും ആവും. അത് ഏതായാലും നന്നായിടാ. പണ്ടേ ഈ വീട് അവനാണെന്ന് പറഞ്ഞു വെച്ചതാ. കുറേ നാളായിട്ട് ബോറടിച്ച് വീട്ടിയിരിക്കുകയായിരുന്നു. ഇനിയിപ്പോൾ വീട് പണിയാക്കി ബിസി ആവാമല്ലോ. ആ പ്ലാനൊക്കെ ഞാൻ ഇടാൻ കേട്ടാ. നീ ഒന്നിനും ഓടണ്ട. പൈസ എത്രയും അച്ഛൻ്റെ അടുത്ത് ഏൽപ്പിച്ചാൽ മതി. അച്ഛൻ എല്ലാം നോക്കിക്കോളും. അച്ഛൻ അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. അച്ഛൻ ഈ വയസ്സാകാലത്ത് വീട്ടിൽ ഇരുന്ന് നല്ലോണം റെസ്റ്റ് എടുത്താൽ മതി. ഇതിനൊക്കെ പറ്റിയൊരു ടീമിനെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. നിങ്ങളുടെ വീടിൻ്റെയും 3D പ്ലാൻ ഇതുപോലെ കണ്ടിട്ട് എന്തെങ്കിലും ചേഞ്ചസ് വേണമെങ്കിൽ അതും കൂടെ ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടായിരിക്കും ഞങ്ങൾ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ എൻ്റെ ഓഫീസും ഈ വീട് വെക്കുന്ന സ്ഥലവും തമ്മിൽ അത്യാവശ്യം ദൂരമുണ്ട്. അപ്പോൾ ഡെയിലി ഇതിൻ്റെ പുറകെ ഓടാനുള്ളൊരു സമയം കാണില്ല. അതാണ് ഞങ്ങൾക്കുള്ളൊരു ടെൻഷൻ. സാർ അതിന് ഡയറക്റ്റ്ലി സൈറ്റ് വിസിറ്റ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. ഞങ്ങൾ സൈറ്റിൽ ഒരു CCTV ക്യാമറ ഇൻസ്റ്റാൾ ചെയ്യും. അപ്പോൾ 24/7 സാറിന് വർക്കിൻ്റെ പ്രോഗ്രസ് മൊബൈലിൽ കൂടെ തന്നെ കാണാൻ പറ്റും. പിന്നെ അതിൻ്റെ ഡെയിലി അപ്ഡേറ്റ്സ് വാട്സപ്പിലൂടെ ഞങ്ങൾ സെൻഡ് ചെയ്തും തരും. ഓ, അപ്പോൾ അപ്രൂവലിനും പേപ്പർ ക്ലിയർ ചെയ്യാനുള്ള ഓട്ടത്തിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചാൽ മതി. അതും വേണ്ട സാർ. നമ്മുടെ പ്ലാൻ റെഡിയായി കഴിഞ്ഞാൽ അതിൻ്റെ അപ്രൂവലിന് വേണ്ടി സാർ ഓടേണ്ട ഒരു കാര്യമില്ല. കോർപ്പറേഷനിൽ പോകാനും പേപ്പേഴ്സ് റെഡിയാക്കാനും നമുക്ക് തന്നെ ഇൻഹൗസ് ടീമുണ്ട്. ഇതിൻ്റെ ഇൻറ്റീരിയർ കുറച്ച് പ്രീമിയം ലെവലിൽ ചെയ്യണമെന്നാണ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ കൺസ്ട്രക്ഷൻ കഴിഞ്ഞിട്ട് അതിന് പറ്റിയൊരു നല്ല ടീമിനെ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇന്റീരിയർ വർക്ക് ഞങ്ങൾ തന്നെ ചെയ്യും മാം. ദിയ ടെക് ഹോംസിൽ ഒരു പ്രോജക്റ്റ് എൻഡ് ടു എൻഡ് കംപ്ലീറ്റ് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ടീമുണ്ട് മാം. അതായത് പ്ലാനിങ്ങും എസ്റ്റിമേഷൻ തൊട്ട് ഹൗസ് വാമിങ്ങും ഹാൻഡ് ഓവർ ചെയ്യുന്നത് വരെ എല്ലാ വർക്കും ഞങ്ങൾ തന്നെ ചെയ്യും. അതും റെസിഡൻഷ്യൽ മാത്രമല്ല, കഴിഞ്ഞ 20 വർഷമായിട്ട് കൊമേഴ്ഷ്യൽ സ്പേസസ്, ഹോസ്പിറ്റൽസ്, റിസോർട്ട്സ്, റെനോവേഷൻ വർക്ക്, അങ്ങനെ എല്ലാ വർക്കും ഞങ്ങൾ ചെയ്യുന്നുണ്ട്. എന്നാൽ പിന്നെ ഞങ്ങൾക്കിനി ഒന്നും ആലോചിക്കാനില്ല. നിങ്ങൾ പ്ലാൻ റെഡിയാക്കാൻ തുടങ്ങിക്കോ. ശ്രീ ഈ മാസം തരുന്ന പൈസയിൽ കുറച്ച് കുറവുണ്ടാവുമെന്നു. ബേസ്മെൻറ്റ് പണി നടക്കണോണ്ട് അവൻ്റെ ഇച്ചിരി ടൈറ്റാണെന്ന്. അങ്ങനെ പറഞ്ഞാൽ അങ്ങനെ ശരിയാവും. നമുക്ക് ആവശ്യമുള്ളല്ലേ. ഈ ബേസ്മെൻറ്റ് പണിക്ക് പോലും പൈസ ഇല്ലാത്തവൻ എങ്ങനെ വീട് പണി തീർക്കുമോ എന്തോ എനിക്കറിഞ്ഞൂടേ. അവർ അറേഞ്ച് ചെയ്യുന്നല്ലേ എന്ന് പറഞ്ഞത്. ഞാൻ പിന്നെ സമ്മതിച്ചതേ അവർ വീട് വയ്ക്കുമ്പോൾ മേളത്തെ നില നമുക്ക് വാടകയ്ക്ക് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഇതിപ്പോൾ എന്തായാലും അവൻ വന്നിട്ടേ നമുക്ക് അവിടെ ഒന്ന് പോവാം.
എന്താണ് ഏതാണെന്ന് കേട്ടിട്ട് വരാമല്ലോ. ഇത് കൊടുത്തിട്ട് ഇതാ പറഞ്ഞ നീ എന്തടി അവിടെ പോയിരിക്കാത്ത? എന്തോ കരുതി കുട്ടികൾ വരവരണ്ടിട്ട് ചുമ്മാ വന്നായിരിക്കും. മക്കളെ രണ്ടുപേരും ഇങ്ങോട്ട് വാ, ഒരു കാര്യം പറയട്ടെ. എന്ത് പറ്റും? എന്താണ് നിന്റെ പ്ലാൻ? ബേസ്മെന്റ് കെട്ടിയപ്പോൾ തന്നെ നീ പൈസക്ക് ഇത്രയും ടൈറ്റ് ആയെങ്കിൽ ബാക്കിക്ക് എന്തോ ചെയ്യും? അത് ഞങ്ങൾ മാനേജ് ചെയ്യും അച്ഛാ. എങ്ങനെ മാനേജ് ചെയ്യുമെന്ന്? നിങ്ങളുടെ ശമ്പളം എത്രയാണെന്ന് ഞങ്ങൾക്കറിയാം. ഇത് വെച്ച് എങ്ങനെ വീട് പണി തീർക്കൂ? ഞാൻ ഇപ്പോഴേ പറയാം, നിന്നെ കൊണ്ട് പറ്റൂല്ലെങ്കിൽ ഇവിടെ വെച്ച് നിർത്തിക്കോ, വെറുതെ കുഴി ചാടാൻ നിൽക്കണ്ട. അച്ഛാ, ഞാനിത് ബേസ്മെൻറ്റ് പണി കഴിഞ്ഞപ്പോഴേ വന്ന് പറയണമെന്ന് വിചാരിച്ചാണ്. എന്തായാലും വീട് പണി തീരണമെന്നുണ്ടെങ്കിൽ ഒരു ഹോം ലോൺ എടുക്കണം. അപ്പോൾ എനിക്ക് ആ വസ്തു ഒന്ന് എൻ്റെ പേരിലോട്ട് എഴുതിത്തരാൻ പറ്റുമോ? ലോൺ എടുത്തിട്ട് അത് എങ്ങനെ അടയ്ക്കും നീ? അമ്മ, എന്തായാലും കുറച്ച് ടൈറ്റ് ആവും. പക്ഷേ എനിക്കിപ്പോൾ വീട് വെച്ചേ പറ്റുള്ളൂ. നിങ്ങൾക്കൊന്നും പറയാനില്ലേ? ഞാൻ ആലോചിച്ചിട്ട് നാളെ പറയാം, നീ വാ. ലോൺ എടുക്കുമെന്ന് പറഞ്ഞാൽ അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല രണ്ടാക്കും. അത് നമ്മൾ ടൈറ്റ് ആവുമെന്ന് വിചാരിച്ചിട്ടായിരിക്കും ഇടി. നീ ഒന്ന് ആലോചിക്കും, ഞാൻ അവരുടെ മോഹല്ലേ, എനിക്ക് ദോഷം പറഞ്ഞാൽ എന്തെങ്കിലും അവർ ആഗ്രഹിക്കൂ. എന്നാൽ അച്ഛൻ എന്തായിരിക്കും ആലോചിച്ചിട്ട് പറയാന്ന് പറഞ്ഞ? ആ സ്വത്ത് ഓൾറെഡി നിനക്ക് അവകാശപ്പെട്ടതല്ലേ? അത് അച്ഛൻ്റെ കുടുംബ സ്വത്തല്ലേ? ഈ പറയുന്ന കുടുംബ സ്വത്തല്ലേ കേസിൽ കിടന്നപ്പോൾ 6-7 ലക്ഷം മുടക്കി കേസും പറഞ്ഞ് നീ തിരിച്ചു വാങ്ങിച്ചേ. അന്നേ അത് നിനക്കൊള്ളാന്നും പറഞ്ഞല്ലേ അത് ചെയ്യിപ്പിച്ചേ. പിന്നെ ഇപ്പം എന്ത് മാറ്റി എഴുതാൻ ഇത്ര ആലോചിക്കാൻ? എനിക്ക് തോന്നണതേ, അച്ഛൻ നാളെ വന്നിട്ട് നീ ലോണൊന്നും എടുക്കണ്ട, അതിനുള്ള കാശ് ഞാൻ തരാമെന്ന് പറയുന്നതാണ്. ഈ ചെറുക്കന് എന്തിൻ്റെ അസുഖമാണ് അത്? ആദ്യമേ അവന്റെ പ്ലാൻ ഇതാണെന്ന് അറിഞ്ഞിരുന്നെങ്കിലേ ഞാൻ ഒരു കാരണവശാലും സമ്മതിക്കൂലായിരുന്നു. ഈ ലോൺ എടുത്തിട്ട് അത് അടയ്ക്കാൻ വേണ്ടി അവൻ മൂക്കെട്ടി ഇക്ഷ വരയ്ക്കും. ഇപ്പൊ ബേസ്മെന്റ് കെട്ടിയപ്പോൾ തന്നെ നമുക്ക് തരാൻ പൈസ ഇല്ല, പിന്നെയാണ് അവന്റെ ഒരു ലോണ്. നീ എഴുതി വെച്ചോ, അവൻ ഈ ലോണും കൂടെ എടുത്ത് വെച്ചാലേ പിന്നെ ഒരു ചില്ലി കാശ് നമുക്ക് തരൂല, തരാൻ കാണൂല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? എനിക്കറിയാം എന്ത് വേണമെന്ന്. നീ അവരെ വിളിച്ചിട്ടേ നാളെ രണ്ടുപേർത്തും ഇങ്ങോട്ട് വരാൻ പറ. അച്ഛാ, അമ്മ വിളിച്ചിട്ട് എന്തോ ഇന്ന് കാണണമെന്ന് പറഞ്ഞു, എന്തു പറ്റി? എടാ, അത് പിന്നെ ഞാൻ നേരെ കാര്യത്തിലോട്ട് വരാം. ഞാൻ എന്താണ് പറയാൻ പോകണമെന്ന് നിനക്കറിയാം. ചാന്ദിനിയുടെ അറിവിലേക്ക് വേണ്ടിയിട്ടാണ്. ഡി മോളെ, ഞാൻ ഇവളും സാധാരണ ഗവൺമെൻറ് ജോലിക്കാരായിരുന്നു. ഉറുമ്പ് സ്വരുക്കൂട്ടും പോലെ പൈസ കൂട്ടിയിട്ടാണ് ഇവനെ അരുണിനെയും പഠിപ്പിച്ചതും വളർത്തിയതൊക്കെ. ആ സമയത്ത് ഞങ്ങൾ സന്തോഷം എന്തെന്ന് പോലും അറിഞ്ഞിട്ടില്ല. 1 രൂപ കിട്ടിയാലും ഇവർക്ക് വേണ്ടിയേ ചിലവാക്കുള്ളൂ. ആ സമയം നല്ല തുണി പോലും ഞങ്ങൾക്കില്ലായിരുന്നു. അത്രയും കഷ്ടപ്പെട്ടാണ് യുവമാരെ ഇന്ന് ഈ നിലയിൽ എത്തിച്ചത്. അപ്പോൾ ഇവർ നമ്മളെ നല്ല രീതിയിൽ നോക്കേണ്ട ഇവരുടെ ഉത്തരവാദിത്തമല്ലേ? അല്ലേ? ഈ വയസ്സാകാലത്ത് വല്ല ജോലിക്ക് പോകാൻ പറ്റുമോ? ഇല്ല. വല്ല സമ്പാദ്യം ഉണ്ടോ? അതും ഇല്ല. ഇവർ രണ്ടുപേരും തരുന്ന പൈസയും മുകളിലത്തെ വാടകയും വാങ്ങിച്ച് തട്ടിയും മുട്ടിയും ജീവിച്ചു പോകണം. ഒരു ലോൺ എടുത്ത് വീട് വെച്ചാൽ നിങ്ങൾക്ക് മാസം മിച്ചം പിടിക്കാൻ ഒന്നും കാണൂലെന്ന് ഞങ്ങൾക്കറിയാം. നിങ്ങൾ ഞങ്ങൾക്ക് മാസം ചിലവിന് എവിടെ തരും? അതുകൊണ്ട് നിങ്ങളെ മാസാമാസം ബുദ്ധിമുട്ടിക്കേണ്ടെന്നാണ് ഞങ്ങളുടെ തീരുമാനം. നീ അന്ന് ചോദിച്ച പോലെ ആ വസ്തു നിന്റെ പേരിൽ തന്നെ പ്രമാണം ചെയ്തു തരാം. നീ ഞങ്ങൾക്ക് ഒരു 20 ലക്ഷം രൂപ തന്നാൽ മതി. എന്തോന്ന്? എടാ, ആ വസ്തുവിന് 1 സെന്റിന് 8 ലക്ഷം രൂപ വിലയുണ്ട്. നീ അത്രയൊന്നും തരണ്ട. നിങ്ങൾ എന്താണ് ഈ ഉദ്ദേശിക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എടാ, മാസാമാസം നീ ഞങ്ങൾക്ക് ചിലവിന് തരുന്നതിന് പകരം ഒരു തുക ഞങ്ങൾക്ക് തന്നാൽ മതി. അതാവുമ്പോൾ ഞങ്ങളുടെ കാര്യം നടക്കും, നിങ്ങളുടെ കാര്യം നടക്കും. അതിന് ഇത് ശ്രീക്ക് കിട്ടേണ്ട ഷെയർ അല്ലേ അച്ഛാ? ആര് പറഞ്ഞു? ഇത് എൻ്റെ കുടുംബ ഷെയർ, എനിക്ക് കിട്ടിയത്. അച്ഛാ, പണ്ട് ഈ സ്വത്തിന്റെ പേരിൽ കൊച്ചിച്ചൻ കേസ് കൊടുത്തപ്പോഴേ ഇത് എനിക്ക് അവകാശപ്പെട്ടാണെന്ന് പറഞ്ഞിട്ടല്ലേ അന്ന് ഇല്ലാത്ത പൈസ മുടക്കി ഞാൻ ഈ കേസൊക്കെ വാദിച്ചത്. എടാ, അത് ബാധിച്ചതും അതിന് ചിലവായ പൈസയും കുറച്ചിട്ടാണ് 20 ലക്ഷം മതിയെന്ന് പറഞ്ഞത്. ഒന്നാമത് ലോൺ എടുത്തിട്ടാ വീട് വെക്കുന്നത്. ഇനി സ്വന്തം വസ്തുവിനും കൂടി കാശ് അങ്ങോട്ട് തരണോ? നിങ്ങൾക്ക് തന്നെ ഇത് ന്യായമായിട്ട് തോന്നുന്നുണ്ടോ? പിന്നെ ഞങ്ങൾക്കും ജീവിക്കണ്ടേ? മാസം 65,000 രൂപ കിട്ടുന്നുണ്ടല്ലോ. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇതിലും കൂടുതൽ എന്താ ചെലവ്? നിർത്തടി. നീ ഞങ്ങളുടെ അടുത്ത് കണക്ക് പറയണ? നീ ഇതൊന്നും കേൾക്കണില്ലേ? അവൻ മിണ്ടൂലടി. അവൻ അവളുടെ സൈഡല്ലേ. എൻ്റെ അരുണായിരുന്നു ഇങ്ങനെ ചോദിക്കൂല, അവൻ്റെ ഭാര്യയും ചോദിക്കൂല. അതുകൊണ്ട് തന്നെയാണ് ഈ വീട് അവന് കൊടുക്കാൻ തീരുമാനിച്ചത്. യവനായിരുന്നു നമ്മളെ എന്നെ ഇറക്കി വിടുമായിരുന്നറിയാം. അച്ഛൻ മതി. അച്ഛൻ എന്തർത്ഥത്തിലാണ് ഞങ്ങൾ ഇറക്കി വിടുമായിരുന്നു എന്നൊക്കെ പറയണേ? ഇന്ന് വരെ ഞാൻ ഇവിടെ നിങ്ങളുടെ ആ രീതിയിൽ എന്തെങ്കിലും ഒരു പെരുമാറ്റം കാണിച്ചിട്ടുണ്ടോ?
നീ അത്ര നല്ല മോനായിരുന്നെങ്കിലേ അവള് കണക്ക് ചോദിച്ചപ്പോ അവളെടുത്ത് ചാടണമായിരുന്നു. അമ്മ അവൾ ചോദിച്ചാൽ എന്താണ് തെറ്റ്? ജോലി കിട്ടിയ കാലം മുതൽ ഞാനും ചേട്ടനും ഈ വീട്ടിൽ മാസം കൃത്യം ഒരു തുക തരുന്നുണ്ട്. ഇതിന് പുറമെ ഈ വീട്ടിൽ പറഞ്ഞ സകല ചെലവ് നിങ്ങൾ ഞങ്ങളെ കൊണ്ടല്ലേ ചെയ്യിക്കണേ. പലപ്പോഴും ഞങ്ങളുടെ ചെലവ് ചുരുക്കി ശ്രീ നിങ്ങൾക്ക് പൈസ അയച്ച മാസങ്ങളുണ്ട്. എന്തിന്? അവിടെ നിങ്ങോട്ട് താമസം മാറ്റിയപ്പോൾ പോലും റെന്റിന്റെ ക്യാഷ് ലാഭിക്കാലോ എന്ന് വിചാരിച്ചു. അപ്പം നിങ്ങൾക്ക് മാസം കിട്ടേണ്ട വാടക മുടങ്ങാതിരിക്കാൻ നിങ്ങൾ ഞങ്ങളെ വാടകയ്ക്ക് വിട്ടു. അച്ഛൻ പറഞ്ഞല്ലോ അരുണരേവതിയാണെങ്കിൽ ഇങ്ങനെയൊന്നും ചോദിക്കൂലെന്ന്. ചേട്ടന് കൊച്ചു ജനിച്ചപ്പോഴേ നിങ്ങൾ അവിടെ പോയി നിന്ന് നോക്കാന്ന് പറഞ്ഞപ്പോൾ അത് വേണ്ടാന്ന് പറഞ്ഞിട്ട് രേവതി ജോലി റിസൈൻ ചെയ്ത് എന്തിനെന്നാണ് വിചാരിച്ചു വെച്ചേ? നിങ്ങൾ രണ്ടുപേരും അവിടെ പോയി നിന്നുള്ള ചെലവിനേക്കാളും നല്ലത് ജോലി റിസൈൻ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ്. ഞാനും ചേട്ടൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും മടുത്ത്. കൊള്ളാം, രണ്ട് മക്കളും കൊള്ളാം. നീ ഇപ്പൊ പറയുന്ന 4 പേര് കേട്ടാലേ കാറി തുപ്പും. സ്വന്തം അച്ഛനും അമ്മയ്ക്കും ചെലവിന് കൊടുത്തിട്ട് അതിന്റെ കണക്ക് പറയണം മക്കള്. ചെലവിന് പറഞ്ഞതിന് കണക്ക് പറയണതല്ല ഞങ്ങള്. ഒരു കണക്കില്ലാതെ ഞങ്ങളുടെ ഇത് വാങ്ങി നിങ്ങൾ ചെലവ് ചെയ്യണതിനാണ്. രണ്ടിന് നല്ല വ്യത്യാസമുണ്ട്. നിങ്ങൾ ഇപ്പൊ ചോദിച്ച കാശ് എനിക്ക് തരാൻ പറ്റില്ല എന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അതാകുമ്പോൾ ഞാൻ ലോൺ എടുക്കൂല, വീടും വെക്കൂല. മാസം തരുന്ന തുക അതുപോലെ വരുമല്ലോ. കൊള്ളാച്ച, നല്ല ബുദ്ധിയാണ്. ഇനി മുതൽ എനിക്ക് ആ കാശ് തരാൻ പറ്റൂല അച്ഛാ. ഇനി അഥവാ എന്നെ കൊണ്ട് പറ്റുമെങ്കിൽ എനിക്ക് തരാൻ സൗകര്യമില്ല. എനിക്ക് ജോലി കിട്ടിയ കാലം മുതലേ ഇതുപോലത്തെ 2 വസ്തു വാങ്ങേണ്ട കാശ് ഞാൻ ഈ വീട്ടിൽ ചെലവാക്കി കഴിഞ്ഞു. എൻ്റെ ഇപ്പൊ ഈ പൈസ ഇല്ലാത്ത സാഹചര്യത്തിൽ ഞാൻ വീട് വെക്കാൻ ഇറങ്ങി തിരിച്ചത് തന്നെ നിങ്ങളുടെ ഈ അനാവശ്യ ചെലവിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി മാത്രമാണ്. അതുകൊണ്ട് ഇനി ഒരു പൊട്ടനെ പോലെ എനിക്ക് നിന്ന് തരാൻ സൗകര്യമില്ല. ഞങ്ങൾ അടുത്ത മാസം ഇങ്ങോട്ട് താമസം മാറി വരും. മുകളിലത്തെ വാടകക്കാരെടുത്ത് ഒഴിയാൻ പറയണം. എന്തായാലും ഞാൻ ഒരു 15,000 രൂപ മാസം തരുന്നുണ്ടല്ലോ, ആ തുക ഞാൻ ഇനിയും തരാം. പക്ഷെ ഞാൻ അത് മാത്രമേ ഇനി തരുള്ളൂ. പ്രായമായി വലിയ ബാധ്യതയൊന്നും ഇല്ലാത്തവർക്ക് മാസം ജീവിക്കാൻ 10-50,000 രൂപ ധാരാളമാണ്. എടാ ഞങ്ങൾ കഷ്ടപ്പെട്ടാണ് വളർത്തിയത്. ഇനിയെങ്കിലും സന്തോഷത്തോടെ ജീവിക്കണമെന്നല്ലേ? സന്തോഷത്തോടെ ജീവിക്കണം. നമ്മൾ സന്തോഷത്തോടെ ജീവിക്കണം. അതിനു വേണ്ടിയിട്ട് മക്കളുടെ പൈസ മാക്സിമം ഊറ്റി ചെലവാക്കിയിട്ടല്ല സന്തോഷം കണ്ടുപിടിക്കേണ്ടത്. വര പറഞ്ഞ് ചെലവാക്കി ജീവിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കേണ്ടത് നിങ്ങളല്ലേ? ആ നിങ്ങളടുത്ത് എനിക്കിപ്പോ ഇങ്ങനെ സംസാരിക്കേണ്ടി വന്നിട്ടല്ലോ. എന്റെ ഗതികേടാണ്. പാടി പ്രായമായ മാതാപിതാക്കളെ നല്ല രീതിയിൽ നോക്കേണ്ടത് ഓരോ മക്കളുടെയും കടമയാണ്. പക്ഷെ അതേസമയം മക്കൾ എത്ര കഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല, അവരുടെ സമ്പാദ്യത്തിൽ സുഖിച്ച് ജീവിക്കണമെന്ന് പാരൻസ് ആഗ്രഹിക്കുന്നത് ഒരിക്കലും ശരിയായ ഒരു കാര്യമല്ല. മക്കൾ സമ്പാദിക്കുന്ന വരുമാനത്തിൻ്റെ ഒരു വലിയ പങ്ക് തങ്ങൾക്ക് വേണ്ടി മാത്രം ചെലവാക്കണമെന്ന് വാശി പിടിക്കുന്ന ചില മാതാപിതാക്കളെങ്കിലും നമ്മുടെ നാട്ടിലുണ്ട്. അവരിങ്ങനെ കൊടുക്കുന്ന പ്രഷർ കാരണം മക്കൾ സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നതിനോടൊപ്പം അവരുടെ കുടുംബജീവിതത്തിലും ഇത് വലിയ പ്രശ്നങ്ങളുണ്ടാക്കും. നല്ല പ്രായത്തിൽ മക്കൾക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടതുകൊണ്ട് ഇനിയെങ്കിലും സന്തോഷത്തോടെ ജീവിക്കണമെന്ന് മാതാപിതാക്കൾ ആഗ്രഹിക്കുന്നതിൽ തെറ്റില്ല. പക്ഷെ അതൊരിക്കലും മക്കളെ കഷ്ടപ്പെടുത്തിക്കൊണ്ടാവരുത്. എല്ലാവർക്കും ഒത്തിരി സന്തോഷം നേർന്നുകൊണ്ട് താങ്ക് യു. മാതാപിതാക്കളുടെ ചില ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയാതെ ബുദ്ധിമുട്ടേണ്ട അവസ്ഥ നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ? നിങ്ങളുടെ അനുഭവങ്ങൾ താഴെ കമൻറ്റ് ചെയ്യും. ഇനിയെങ്കിലും ഇത്തരം മാതാപിതാക്കൾ മാറി ചിന്തിക്കാം. തീർച്ചയായും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. പിന്നൊരു കാര്യം, നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന പോലൊരു വീട് നിർമ്മിക്കാൻ നിങ്ങൾക്ക് പ്ലാൻ ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ ഡിസ്ക്രിപ്ഷനിലെ ലിങ്കിലൂടെ ഡിയാ ടെക് ഹോംസിൻ്റെ എക്സ്പേർട്സുമായി കണക്ട് ചെയ്യുക. SK ടോക്സിൻ്റെ ഓരോ വീഡിയോസും മിസ് ചെയ്യാതെ കാണുക. SK ടോക്സിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. SK ടോക്സിൻ്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. നിങ്ങളും ഒരു ചേഞ്ച് മേക്കർ ആകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ SK ടോക്സിൻ്റെ ഒഫീഷ്യൽ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. താങ്ക് യു. ഉയർന്ന നിലവാരമുള്ള നിലക്കടല എണ്ണ, മന്ത്ര ഗ്രൗണ്ട്നട്ട് ഓയിൽ, ഇതയം നൽകുന്നു. Dia Tech Homes, an archway to future.